Your presence means a lot, and over to you. എല്ലാവർക്കും നമസ്കാരം. നാദർഷിക പങ്കെടുത്ത മീറ്റിങ്ങിൽ തന്നെ ഞാനും പങ്കെടുത്തിരുന്നു. ഞാൻ സമയത്തെത്തി. ഇല്ലായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നില്ല, എത്തിയിരുന്നു. അതെ, അപ്പം പറഞ്ഞതേ ഉള്ളൂ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പത്രങ്ങളിൽ കണ്ടിരുന്നു ലിസ്റ്റിനും ഇഡിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഒക്കെ. അത് ഇങ്ങനെ വന്ന് എത്തിച്ചേരും എന്ന് ഞാൻ അറിഞ്ഞില്ല. ഈ വലിയ വലിയ പ്രൊഡ്യൂസർമാർക്കൊക്കെ മാത്രം കാണാൻ കിട്ടുന്ന ഒന്നാണ് ഇഡി എന്ന് പറയുന്നത്. നമ്മളെ പോലുള്ള സാധാരണ പ്രേക്ഷകർക്ക് ഇനി ടിക്കറ്റ് എടുത്ത് ഇഡിയെ കാണാവുന്ന ഒരു സൗകര്യം ലിസ്റ്റിനുണ്ടാക്കി തന്നു. അതിന് ലിസ്റ്റിന് നന്ദി പറയുന്നു. പിന്നെ ഇവിടെ പലരും സുരാജന്റെ തുടക്കകാലത്തോട്ടുള്ള അറിയാവുന്ന കഥകളൊക്കെ പറഞ്ഞു. ഞങ്ങളും എല്ലാം സഹപ്രവർത്തകരാണ്, ഏതാണ്ട് സമകാലീനരാണ്. അപ്പം ഒരു സിനിമയുടെ നിർമ്മാണത്തിലേക്ക് അദ്ദേഹത്തിന്റെ അമ്മയുടെ പേരിൽ ഒരു നിർമ്മാണ കമ്പനി തുടങ്ങിക്കൊണ്ട് ഇറങ്ങി വരുന്നു. അതൊരു വലിയ വിജയമാകട്ടെ. ഇതിൽ അരങ്ങിലും അണിയറയിലും മുന്നണിയിലും പിന്നണിയിലും ഒക്കെ നിൽക്കുന്ന എല്ലാവർക്കും ഈ സിനിമ കൊണ്ട് സന്തോഷങ്ങൾ മാത്രമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി. കാരണം സുരാജിനറിയാം, ഞങ്ങളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഒരുമിച്ച്. വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. സുരാജ് പണ്ട് കൈരളി ചാനലിൽ മിമിക്രി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊരു മ്യൂസിക് ഷോ ചെയ്യാനായിട്ട് കൈരളിയിലുണ്ടായിരുന്നു. അങ്ങനെ ആ ചാനലിൻ്റെ തിരുമുറ്റത്ത് വെച്ചുകൊണ്ടുള്ള പരിചയം തുടങ്ങിയതാണ്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സുരാജ് സിനിമ നടനായി നാഷണൽ അവാർഡ് വരെ കിട്ടി. ഒന്നും കാണാണ്ട് സുരാജ് നിർമ്മാതാവാകില്ലെന്ന് എനിക്കറിയാം. കാരണം എല്ലാം ചിന്തിച്ചിട്ട് ചെയ്യുന്ന ആളാണ് സുരാജ്. വിലാസിനി സിനിമാസിന്റെ പേരിൽ ഈ സിനിമ നിർമ്മിക്കാനായിട്ട് സുരാജും അതോടൊപ്പം തന്നെ ഒരുപാട് ഹിറ്റ് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ലിസ്റ്റിൽ ഒന്നും കാണാണ്ട് ലിസ്റ്റിനും ഈ ചിത്രം ഏറ്റെടുക്കില്ലെന്ന് എനിക്കറിയാം. ഇതൊരു വൺ സൂപ്പർ ഹിറ്റായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഒപ്പം അമീർ പള്ളിക്കലിന് താങ്ക് യു. ഒരു പ്രൊഡ്യൂസർ, ഒരു നിർമ്മാതാവ് എന്ന നിലയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരുപാട് വർഷങ്ങളായിട്ടുള്ളൊരു പരിചയമുള്ള ഒരാളാണ് സുരാജ്. അപ്പോൾ അവൻ മിമിക്രിക്കാരനായിരുന്നു പോലും. ഞങ്ങൾ ഒരുമിച്ച് മിമിക്രി ചെയ്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ സിനിമയിലേക്ക് വന്നു. അവൻ്റെ ഓരോ വളർച്ചയും വളരെ അടുത്ത് നിന്ന് കാണുന്ന, ഒരുപാട് സന്തോഷിക്കുന്ന, ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് താമസിക്കുന്ന സുഹൃത്തുക്കളെന്നതിലുപരി ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് സുരാജ്. അപ്പോൾ തീർച്ചയായിട്ടും അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സിനിമ, അത് അവൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് പറയുന്നില്ല, അറിവുള്ള കാലം മുതൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്ത് കാര്യത്തിനും, അത് ഒരു മിമിക്രി ആയാലും സ്റ്റേജ് ഷോ ആയാലും എന്ത് കാര്യത്തിനും 100% ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഈ സിനിമ വിജയിക്കും. എല്ലാ പ്രാർത്ഥനകളും ഉണ്ട്. തീർച്ചയായിട്ടും ഇതൊരു സൂപ്പർ ഹിറ്റ് സിനിമയായിരിക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. ഒരു പേരാണ് ഇഡി, എക്സ്ട്രാ ഡീസന്റ്. അത് സുരാജ് എങ്ങനെ ധൈര്യം വന്നു ഇങ്ങനൊരു പേരിടാൻ എന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് കൂടെയുള്ള പ്രൊഡ്യൂസറെ എനിക്ക് മനസ്സിലായത്. ലിസ്റ്റിനും കൂടെ ഉള്ള സ്ഥിതിക്ക് എന്തായാലും ഈ പേര് കറക്റ്റ് ആപ്റ്റാണ്. അപ്പം പാട്ട് കണ്ടു, അങ്കീത് അടിപൊളി പാട്ടായിരുന്നു. അതുപോലെ തന്നെ ആമിർ, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാവും. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ചാഞ്ചോണ്ട, ഞങ്ങൾക്ക് ആശംസ മാത്രം പോലെ ഞങ്ങൾക്ക് ഓഡിയോ ലോഞ്ച് ആണ്. ഒരു രണ്ട് വരി പാട്ട് പാടിത്തരും. എന്തായാലും അടിപൊളി പാട്ട്. പിഷാരടി, അത് ഏത് വേദിയിലാണെങ്കിലും ഇതാണ് അവൻ സൈഡിൽ നിന്നുള്ള സ്ഥിരം പരിപാടിയാണത്. ഇതൊരു വളരെ മനോഹരമായ ഒരു സിനിമയുടെ വളരെ മനോഹരമായ പാട്ടുകളുള്ള ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ച് ആയതുകൊണ്ട് തന്നെ എന്റെ പാട്ട് ഞാനിന്ന് വേണ്ടെന്ന് വെക്കുന്നു. അടുത്ത വേദിയിലേക്ക് ഇതിന്റെ 100ാം ദിവസം, ഇതിന്റെ ആഘോഷത്തിന്റെ 100ാം ദിവസം എന്റെ വക ഒരു പാട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യം ഞാൻ ഇപ്പൊ തന്നെ ഇവിടെ അനൗൺസ് ചെയ്യുകയാണ്. താങ്ക്സ് സോ മച്ച്. അടിപൊളിയായിട്ടുണ്ട്. നല്ലൊരു കാര്യം.